ഇന്ന് നമ്മൾ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് ഗ്ലാസ്. അതിൻ്റെ വീഡിയോ കാണാത്തവർ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണുള്ളത്. ഇത്രയും വർക്ക് ഫിനിഷായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് പെയിൻറ്റിങ് വർക്കാണ് ഇനി അടുത്തത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മളെ വണ്ടി. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഡോർസൊക്കെ ഓപ്പണബിൾ ആണ്. ഈ ഒരു ഫ്രണ്ടിൽ ഇത് കുറച്ച് ഓൾഡ് മോഡൽ ഒരു വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഡോറും അതുപോലെ തന്നെ ഷട്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഗ്ലാസ് ഒന്നും വരുന്നില്ല. ഈ ഒരു ഡോറൊക്കെ നമുക്ക് ഇതേപോലെ തുറക്കാൻ പറ്റുന്നതാണ്. ഒരു ഫ്രണ്ട് ഗ്ലാസിൻ്റെ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിലുണ്ട്, ഫ്രണ്ട് ഗ്ലാസ് കറക്റ്റ് ഈ ഒരു ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ മുന്നേ തന്നെ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ഫുള്ളും മാസ്കിങ് ടാപ്പ് വെച്ചിട്ട് ഈ ഗ്ലാസും ഈ ഒരു സൈഡും അതുപോലെ തന്നെ വേക്കും എല്ലാം നമുക്കൊന്ന് മറച്ചെടുക്കാം, അതായത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഇതേപോലെ ഫ്രണ്ട് ഗ്ലാസ്, അതുപോലെ തന്നെ സൈഡ് ആ ഒരു ഷട്ടർ വരുന്ന ഭാഗങ്ങളൊക്കെ മാസ്കിൻ്റെ ടാപ്പ് വെച്ച് മറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കും മറിച്ചിട്ടുണ്ട്, ഫുള്ള് കവർ ചെയ്ത്. അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ പെയിൻറ്റിന് അടിക്കുക, അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയിട്ടൊന്നും അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒറ്റയടിക്കലങ്ങ് അടിക്കുമ്പോൾ ഗ്യാപ്പൊന്നും ഉണ്ടാവാണ്ട് തന്നെ കവർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു കവർ ചെയ്യുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ല വൃത്തിക്ക് പെയിൻറ്റ് അടിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റ്. ഈ ഒരു ബോട്ടിലിന് 140 രൂപയാണ് റേറ്റ് വരുന്നത്. ഫസ്റ്റ് നമ്മളൊരു വൈറ്റ് കോട്ട് അടിക്കണം, എന്ന് വെച്ചാൽ ആ ഒരു പുട്ടിയിട്ട ഭാഗവും ബാക്കിയുള്ള ഒരു ഫോം ഷീറ്റിൻ്റെ വൈറ്റ് ഭാഗമൊക്കെ സെയിം ആവാൻ വേണ്ടിയിട്ട് ഒരു ബേസ് കോട്ട് എന്നുള്ള രീതിക്ക് ഒരു വൈറ്റ് അടിക്കുന്നത്. ഇത് അടിക്കാതെ ബ്ലൂ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കളറ് മങ്ങാനും അതുപോലെ തന്നെ പുട്ടിയിട്ട ഭാഗത്തും മറ്റേ ഭാഗത്തൊക്കെ വേറെ വേറെ കളർ കാണാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് അടിക്കുന്നത് ബേസ് കോട്ടായിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഈ ഒരു വൈറ്റ് കളർ നമുക്ക് ഈ ഒരു വണ്ടിയിൽ അടിക്കാം. അപ്പോൾ ഈ വീഡിയോ എടുക്കലും പെയിൻ്റ് അടിക്കലും ഒക്കെ ഞാൻ തന്നെ ആയതുകൊണ്ടാണ് വീഡിയോ ഈ ഒരു ഷെയ്ക്കാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറക്റ്റ് ഈ ഒരു സെൻറ്ററായിട്ട് ഈ ഒരു വണ്ടി കിട്ടാത്തത്, സെൻറ്ററിൽ തന്നെ കിട്ടാത്തത്. ഈ ഒരു ഫോണിലേക്ക് നോക്കുന്നില്ല, നമ്മൾ വണ്ടിയിൽ നോക്കിയിട്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഫോൺ എങ്ങനെയാണ് ഏത് ഭാഗത്തേക്കാണെന്നൊന്നും നമുക്ക് പിന്നെ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2 വണ്ടിക്കൊക്കെ അടിക്കാം. ചെറിയ വണ്ടിയാണ്, ചെറിയ സൈസ് ആണെങ്കിൽ 2 വണ്ടിക്കൊക്കെ ഈ ഒരു ബോട്ടിലെത്തും. ഞാൻ കഴിഞ്ഞ ഒരു വണ്ടിക്ക് വേണ്ടി വാങ്ങിയതാണ്, അതിൻ്റെ ബാലൻസ് വന്നെയാണ്. ഈ ഒരു വണ്ടിക്കും നമ്മൾ ഇത് തന്നെയാണ് അടിക്കുന്നത്. ഈ വണ്ടിക്ക് അടിച്ചിട്ടും ഇത് കുറച്ച് ബാക്കിയുണ്ട്. നമുക്ക് ജസ്റ്റ് വേറൊരു വർക്ക് വരുന്നുണ്ട്, ചെറിയൊരു ട്രക്കിൻ്റെ മോഡൽ. അപ്പോൾ അതിനും കൂടി ഈ ഒരു ബേസ് കോട്ട് അടിക്കാൻ വേണ്ടി വൈറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡും കാര്യങ്ങളൊക്കെ ഫുള്ള് മുഴുവനായിട്ട് നമുക്ക് ഒരു വൈറ്റ് അടിക്കണം. വൈറ്റ് അടിക്കാണ്ട് ബ്ലൂ അടിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ബിസ്കോട്ടായിട്ട് വൈറ്റ് അടിക്കുന്നതായിരിക്കും ഒരു ഷൈനിങ്ങിനും അതുപോലെ തന്നെ കളറ് മങ്ങാണ്ടിരിക്കാനും. ആ ഒരു പുട്ടി വരുന്ന ഭാഗത്തും നമ്മളെ ഫോം ഷീറ്റ് വൈറ്റ് വരുന്ന ഭാഗത്തും ഒരുമിച്ച് ബ്ലൂ അടിച്ച് കഴിഞ്ഞാൽ പുട്ടി വരുന്ന ഭാഗത്ത് ചിലപ്പോൾ ഡാർക്ക് ആയിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ള് വൈറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് വൈറ്റ് അടിച്ചിട്ടുണ്ട്. വൈറ്റ് അടിച്ചുള്ള മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വൈറ്റ് 3 ലൈൻസ് ഇല്ലേ, അത് പ്രത്യേകിച്ച് സ്റ്റിക്കർ ഒട്ടിക്കാനോ അല്ല വേറെ തന്നെ അടിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അതെന്തായാലും നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് എന്തായാലും ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് മുഴുവനായിട്ട് വൈറ്റ് അടിച്ചിട്ട് ജസ്റ്റ് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാസ്കിൻ്റെ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ലൈൻസ് വരുന്ന ഭാഗങ്ങൾ ഒന്ന് 2 ഭാഗത്തും ഈ ഒരു മാസ്കിൻ്റെ ടൈപ്പ് കറക്റ്റ് ഒരു സൈസിൽ. അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ഒരു കട്ടിങ് കണ്ട, ഈ വണ്ടിക്ക് അവിടെ വൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും ഈ ഒരു മാസ്കിൻ്റെ ടൈപ്പ് മറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ബ്ലൂ അടിക്കാം. ഇതേപോലെ ആ ഒരു 3 ലൈൻ വരുന്ന ഭാഗത്ത് നമ്മൾ മാസ്കിൻ്റെ ടൈപ്പ് വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കണം അത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു ഫ്രണ്ടിലും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് വരുന്ന ഭാഗമാണ്, ഈ ഒരു വണ്ടിക്ക് വൈറ്റ് വരുന്നുണ്ട് അവിടെ, അതുകൊണ്ട് അവിടെയും മാസ്കിൻ്റെ ടൈപ്പ് വെച്ച് മറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിക്ക് മുഴുവനായിട്ട് ബ്ലൂ അടിച്ചെടുക്കാം, ബ്ലൂ പെയിൻറ്റ് സ്പ്രേ പെയിൻറ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്രേ പെയിൻ്റാണ്. ഇത് നമ്മുടെ നേരത്തെ അതേ ബ്രാൻഡിൻ്റെ തന്നെ 140 രൂപേൻ്റെ വരുന്ന സ്പ്രേ പെയിൻറ്റ് സ്കൈ ബ്ലൂ കളറാണ്.
അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് വേറൊരു വണ്ടിക്ക് വേണ്ടി വാങ്ങിയതാണ്, അതിൻ്റെ ബാലൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ 2 വണ്ടിക്കൊക്കെ സുഖമായിട്ട് നമുക്ക് അടിക്കാം. എന്നിട്ടും ബാക്കി കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ അത് വിടുക, നമുക്ക് എന്തായാലും ഇതൊന്ന് മുഴുവനായിട്ട് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ പെയിൻറ്റ് അടിക്കുന്നത് സ്ഥലം നമ്മൾ മാറ്റി വെച്ചാൽ ചെറിയ മഴക്കാരൊക്കെ ഉണ്ട്, അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉണങ്ങാനുള്ള സമയം നമ്മൾ വെക്കേണ്ടതാണ്. അപ്പോൾ ആ ടൈം മഴ പാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സീനാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് ആക്കിയത്. അപ്പോൾ നമ്മളെന്തായാലും ഇതിലേക്ക് ബ്ലൂ പെയിൻറ്റ് ഇതേപോലെ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. നേരത്തെ കവർ ചെയ്ത ആ ഒരു ഷട്ടറിൻ്റെ കാര്യങ്ങളും ഗ്ലാസ്സൊന്നും നീക്കം ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് ബ്ലൂ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ടാണ് ഈ ഒരു പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ഡയറക്ഷനിൽ മാറിപ്പോകുന്നത്. നമ്മൾ ഫോണിലേക്ക് അധികം ശ്രദ്ധിക്കുന്നില്ല, ഒരു പെയിൻറ്റിങ് അടിക്കുന്നത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ക്യാമറ എങ്ങോട്ടേക്കാണെന്നൊന്നും പിന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് നമ്മൾ ബ്ലൂ അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ നല്ല രീതിക്ക് തന്നെ അടിക്കുന്നുണ്ട്. നല്ല രീതിക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഷൈനിങ് കിട്ടില്ല, അതായത് തിളക്കം കിട്ടില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ അടിച്ചു പിടിക്കുക, അതായത് ഒരു സ്ഥലത്ത് തന്നെ അങ്ങ് അടിച്ചു പിടിക്കാൻ പാടില്ല. ഈ ഒരു സ്പ്രെഡ് ചെയ്ത് നല്ല വൃത്തിക്ക് കുറച്ച് അടിച്ചാൽ നല്ല ഷൈനിങ് കിട്ടും. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബേക്കും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഈ ഒരു പെയിൻ്റ് അടിച്ച് കാണാൻ ആ ടോപ്പിലൊക്കെ കണ്ടോ നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം തിളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ മിറർ ഫിനിഷിംഗ് ആണ് ഈ ഒരു പെയിൻറ്റിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ അടുത്ത പണി വെച്ചാൽ നമുക്ക് ഒരു മാസ്കിൻ്റെ അതായത് ആ ഒരു 3 ലൈന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ നോക്കണം. അപ്പോൾ നല്ലോണം ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് വലിച്ചോ നല്ല വൃത്തിക്ക് തന്നെ ആ ഒരു മാസ്കിൻ്റെ പൊട്ടിച്ചത് കൊണ്ട് 3 ലൈൻ ആ ഒരു വൈറ്റ് ലൈന് നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് മുഴുവനായിട്ട് പറിച്ചെടുക്കാം. അതായത് മേലെയുള്ള എല്ലാ മാസ്കിൻ്റെ അപ്പോൾ ഇതേപോലെ ജസ്റ്റ് എല്ലാം ഒന്ന് നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാം. നല്ല പേടിയുണ്ട്, കാരണം ഇതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. നല്ല വൃത്തിക്ക് തന്നെയാണ് നമ്മൾ ഒട്ടിച്ചത്, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വീലാർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അവിടെ നമ്മൾ ബ്ലാക്ക് അടിക്കേണ്ടതാണ്. അതുകൊണ്ട് അവിടെ പെയിൻറ്റ് പോയാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് മാസ്കിൻ്റെ ടേപ്പ് നീക്കം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഒരു വൈറ്റ് ലൈന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് മുഴുവനായിട്ടൊന്ന് റിമൂവ് ചെയ്യണം. അതായത് ഈ ഷട്ടറും കാര്യങ്ങളുടെയും ബേക്ക് ഗ്ലാസും സൈഡ് ഗ്ലാസും ഒക്കെ അത് നിങ്ങൾക്ക് ഈ ഒരു സൈഡ് കണ്ടാൽ തന്നെ ഇപ്പോൾ മനസ്സിലാവും. നമ്മൾ ആ ഒരു ഇവിടെ വെച്ചിട്ടുള്ള ആ ഒരു യെല്ലോ കളറ് കത്രികയൊക്കെ നമുക്ക് ആ ഒരു വണ്ടിയിൽ കാണാം. അതുപോലെ തന്നെ എൻ്റെ കൈ കാര്യങ്ങളൊക്കെ കാണാം. ഒരു മിറർ പോലെ തന്നെ നമ്മൾ അത്രയും ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഗുണം. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മിറർ ഫിനിഷ് അത് ഒരു മിറർ പോലെ ആണ് നമുക്ക് ഈ ഒരു ഇതുള്ളത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പുറം വെച്ചിട്ടുള്ള ആ ഒരു യെല്ലോ കത്രിക, അതുപോലെ തന്നെ ആ ഒരു മാസ്കിൻ്റെ ആപ്പും ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫോണും ഈ കൈയിൻ്റെ വിരലൊക്കെ ആ ഒരു വണ്ടിയിൽ കറക്റ്റായിട്ട് നമുക്ക് അതുപോലെ തന്നെ കിട്ടി. ഈ ഒരു ഫോണൊക്കെ കണ്ടോ, ആ ഒരു ഫോൺ വീഡിയോ എടുക്കുന്ന കറക്റ്റ് എല്ലാം നമുക്ക് ആ ഒരു വണ്ടിയുടെ ബോഡിയിൽ കിട്ടിയിട്ടുണ്ട്. ക്യാമറ ഒക്കെ കാണാവുന്ന അത്രയും ഫിനിഷായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ കാരണം. അപ്പോൾ എന്തായാലും വർക്ക് ഫിനിഷായിട്ടുണ്ട്. ഫിനിഷായി വെച്ചാൽ നമ്മൾ ആ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ ഗ്ലാസിൻ്റെ ഒക്കെ കവർ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട്. പെയിൻറ്റിങ് വർക്കിൻ്റെ ഫൈനലായിട്ടില്ല, നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ഫൈനൽ ഇതാണ്. ഇനി നമുക്ക് കുറച്ച് ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് നമ്മൾ ബാക്കി വീഡിയോസ് റിവ്യൂ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടാകുമ്പം ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, അതുപോലെ തന്നെ ഈ ഒരു വണ്ടി കൊറിയർ അയക്കാനുള്ള വണ്ടിയാണ്. ആ കൊറിയറിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തുള്ള വീഡിയോസൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടയർ ഉണ്ടാക്കേണ്ടതും ഗ്ലാസ് ഫിറ്റിങ്ങും വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കയറി കാണുക.